നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ദിയമ്മൾക്ക് വന്ദനാമില്ലാതെ പറ്റില്ല വന്ദനമ്മേ. ഇനി എന്നെ ഒറ്റയ്ക്കാക്കി പോവല്ലേ വന്ദനമ്മേ. വന്ദന, ഞാൻ പറയട്ടെ. വന്ദന നിക്ക്, ഞാൻ കാർ എടുത്തിട്ട് വരാം. മോളെ കിടന്നുറങ്ങ. വന്ദനാമ്മയോട് സംസാരിച്ചില്ലേ? നാളെ രാവിലെ അച്ഛനും അച്ഛമ്മയും കൂടി മോളുടെ വന്ദനാമ്മയെ കൊണ്ട് കാണിക്കാം. ഇപ്പൊ ഉറങ്ങാം. വേണ്ട, എന്റെ വന്ദനമ്മ എന്നെ ഇപ്പൊ കാണാൻ വരും. എന്തും ഈശ്വര, ദീമോള് കരഞ്ഞ പനി വരുമല്ലോ. വന്ദനെ വിഷമിക്കാതെ, നമ്മൾ അങ്ങോട്ട് പോവല്ലേ. പനി കൂടി എന്റെ കുഞ്ഞിന് അന്ന് ഫിക്സ് വന്നതാ. അതിന് ദിയമോള് ഒറ്റയ്ക്കല്ലല്ലോ, ഒരുപാട് പേരില്ലേ. ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും എന്റെ മോളെ ഞാൻ നോക്കുന്നത് പോലെ വരില്ല. ഒരുപാട് അനുഭവിച്ച കുഞ്ഞ അവള്. അച്ഛനെയും അമ്മയും നഷ്ടപ്പെട്ട ദീമോൾക്ക് ഞാൻ മാത്രമായിരുന്നു ഏക ആശ്വാസം. എന്റെ അടുത്ത് പറഞ്ഞല്ലോ വന്ദനമ്മ വരൂന്ന്. മോളെ, വന്ദനാമ്മ മോളോടുള്ള ഇഷ്ടം കൊണ്ട് പറഞ്ഞതാ. മോൾ ഇപ്പൊ കിടന്നുറങ്ങ്. മോൾ ഉറങ്ങി ഉണരുമ്പോഴത്തേക്കും മോളുടെ വന്ദനാമ്മ ഇവിടെ എത്തിയിരിക്കും. മോൾക്ക് അച്ഛമ്മ ഒരു പാട്ട് പാടിത്തരാം. പോ, എനിക്ക് പാട്ടൊന്നും കേക്കണ്ട. എനിക്ക് വന്ദനമ്മയെ കണ്ടാ മതി. ദേ മോളെ, പെൺകുട്ടികൾക്ക് ഇത്ര വാശി പാടില്ല. മോള് ഇങ്ങനെയൊക്കെ വാശി പിടിച്ചാലേ ആളുകളൊക്കെ പറയും ദേമോള് ചീത്ത കുട്ടിയാണെന്ന്. എനിക്ക് എന്റെ വന്ദനമ്മയെ കാണണം. ഈശ്വര, ആളുകളൊക്കെ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, എനിക്കിപ്പൊ വന്ദനമ്മയെ കാണണം. ഇപ്പൊ ഞാനും എന്റെ കുഞ്ഞിനെ ഉപേക്ഷിച്ചു പോലെയായി. അങ്ങനെ പറയാതെ, ദിയമോളെ നമുക്കൊപ്പം നിർത്താം. ഞാൻ അനുഭവിക്കുന്നത് പോരാഞ്ഞിട്ട് എന്റെ മോളും കൂടി അനുഭവിക്കണം. അന്ന് തന്നെ ദിയമോളെ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്നപ്പോ നിങ്ങളുടെ അച്ഛൻ ദിയമോളെ കണ്ടപ്പോ കാണിച്ച പ്രകടനമൊന്നും മറക്കാനാവില്ല. ഈശ്വര, എല്ലാ ഇടുത്തിയും കൂടി എന്റെ തലയിലാണല്ലോ വന്ന് വീഴുന്നത്. ഒന്ന് വേഗം പോ. ദൈവമോൾക്ക് വേണ്ടിട്ടാ ഞാൻ ഈ നരക ജീവിതം ജീവിക്കുന്നത് തന്നെ. അല്ലെങ്കിൽ എല്ലാം എന്നെ അവസാനിപ്പിച്ചേനെ. മോളെ ഇങ്ങനെ ഏങ്ങിലടിച്ച് കരയല്ലേ, പനി വരും. അറിയാലോ, അന്ന് പനി വന്ന് ആശുപത്രി കൊണ്ടുപോയി ഇഞ്ചക്ഷനൊക്കെ വെച്ചത്. അവരെത്തിയെന്നാ തോന്നുന്നത്.
വന്ദനമ്മേ, വന്ദനമ്മ എന്തിനാ എന്നെ ഒറ്റയ്ക്കാക്കിയത്? ഞാൻ വന്ദനമ്മയെ സ്വപ്നം കണ്ടു. ദിയമ്മൾക്ക് വന്ദനമ്മയില്ലാതെ പറ്റില്ല. വന്ദനമ്മേ, ഇനി എന്നെ ഒറ്റയ്ക്കാക്കി പോവല്ലേ വന്ദനമ്മേ? ദിയമോൾ എന്തോ ദുസ്വപ്നം കണ്ടതാ. പാവം കുഞ്ഞ് പേടിച്ചു പോയി. ജഗന് ബുദ്ധിമുട്ടായി അല്ലേ? ഏയ്, എന്ത് ബുദ്ധിമുട്ട്? അവള് കൊച്ചുകുട്ടിയല്ലേ. അമ്മയ്ക്കെപ്പോഴും എന്നോടുള്ള പിണക്കം മാറിയില്ല അല്ലേ? വന്ദനെ കണ്ടപ്പോ കുഞ്ഞിന് ജീവൻ വീണു. ആ ദീമോളെ, നമുക്ക് പുറത്തൊക്കെ ഒന്ന് പോയി ചുറ്റിക്കിറങ്ങിട്ട് വന്നാലോ? മോൾക്ക് ഇഷ്ടപ്പെട്ട ഐസ്ക്രീമും ചോക്ലേറ്റും ഒക്കെ അങ്ങള് വാങ്ങിത്തരാം. പോവാ അങ്കിളെ? ആ വന്ദനമ്മേ വാ, നമുക്ക് ജഗനങ്ങളുടെ കൂടെ പുറത്തുനിന്ന് ചുറ്റിയിട്ട് വരാം. വേണ്ട, അതിന്റെ ഒന്നും ആവശ്യമില്ല. പ്ലീസ് വന്ദനമ്മേ, ദിയമ്മൾക്ക് പോണം. ദീമോളെ, ആവശ്യമില്ലാതെ നീ കിടന്ന് വാശി പിടിക്കരുത്. പോകാം വന്ദനമ്മേ, പ്ലീസ്. എന്റെ പൊന്നു വന്ദനമ്മേലെ, പ്ലീസ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.